ഹലോ മക്കളെ, ഈ വരുന്ന മെയ് 4 നടക്കുന്ന നീറ്റ് എക്സാമിൽ പങ്കെടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത്. അപ്പോ നീറ്റ് എക്സാം ഇന്ന് അടുത്തെത്തി. പക്ഷെ ഇപ്പോഴും കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങളാണ്. ദിവസവും കുട്ടികൾ മെസ്സേജ് അയക്കും, സാർ ഞാൻ നീറ്റ് എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എക്സാം ഹാളിലുള്ള ടിക്കറ്റുകൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംശയങ്ങൾ കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരവാണ് ഈ വീഡിയോ. അപ്പൊ എല്ലാവരും സ്കിപ്പ് അടിക്കാണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പൊ മക്കളെ, നിങ്ങൾക്കറിയാം, എല്ലാ വർഷത്തെയും പോലെ തന്നെ പെൻ ആൻഡ് പേപ്പർ മെത്തേഡ് തന്നെയാണ് ഈ വർഷവും നീറ്റ് എക്സാം നടക്കുക. അതായത് OMR ഷീറ്റിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നത്. പക്ഷേ ചെറിയൊരു മാറ്റം ഈ വർഷം വന്നിട്ടുണ്ട്. കൊറോണ വന്നതിൽ പിന്നെ നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ ഒന്ന് മാറിയിരുന്നു. 200 ക്വസ്റ്റ്യൻ 200 മിനിറ്റ് എന്ന രീതിയിലേക്ക് നീറ്റിന്റെ ഒരു പാറ്റേൺ മാറിയിരുന്നു. പക്ഷേ ഈ വർഷം വീണ്ടും പഴയ പാറ്റേണിലേക്ക് തന്നെ നീറ്റ് വന്നിരിക്കുകയാണ്. അതായത് 150 ക്വസ്റ്റ്യൻ 150 മിനിറ്റ് എന്ന രീതിയിൽ തന്നെയാണ് ഈ വർഷം നീറ്റ് എക്സാം നടക്കുക. ഇനി നീറ്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നീറ്റ് എക്സാം എഴുതുന്നതിന് തലേന്ന് തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റുകൾ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എന്തൊക്കെയാണ് നമ്മുടെ എക്സാമിന് കൊണ്ടുപോകുന്ന ഡോക്യുമെന്റുകൾ? ആദ്യത്തത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, അഡ്മിറ്റ് കാർഡിന് 2 പേജുകളാണ് ഉണ്ടാവുക. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്രിന്റ് ഔട്ട് എടുക്കുക. അപ്പോൾ അഡ്മിറ്റ് കാർഡിന്റെ ഒന്നാമത്തെ പേജ് മുകളിൽ നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ ബാർകോഡ്, ഈ 3 കാര്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ ആദ്യം തന്നെ ഉറപ്പുവരുത്തുക. ഇനി അതേ അഡ്മിറ്റ് കാർഡിന്റെ ഏറ്റവും താഴേക്ക് വരുമ്പോൾ 3 സ്ക്വയർ ബോക്സുകൾ ഉണ്ടാവും. ഓക്കെ, ആ സ്ക്വയർ ബോക്സുകളിൽ ഇടതുവശത്തെ ബോക്സിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ് അവിടെ ഒട്ടിക്കേണ്ടത്. അതിനപ്പുറത്ത് സെൻട്രലിലുള്ള ആ സ്ക്വയർ ബോക്സിൽ നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആണ് വെക്കേണ്ടത്. ഇടത് കൈയുടെ തള്ളവിരലിന്റെ ഇംപ്രഷൻ ആണ്. നീലയോ കറുപ്പോ ഏത് വശം കൊണ്ടും വെക്കാം, അത് കുഴപ്പമില്ല. അതുപോലെ തന്നെ അതിനപ്പുറത്ത് ഏറ്റവും വലതുവശത്തുള്ള ബോക്സിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടാനുള്ള ഒരു ബോക്സ് ആണ്, നിങ്ങളുടെ ഒപ്പിടാനുള്ളതാണ്. പക്ഷെ ഒരു കാരണവശാലും നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒപ്പിട്ട് പോകരുത്. കാരണം എക്സാം ഹാളിൽ ചെന്നിട്ട് നിങ്ങളുടെ ഇൻവിജിലേറ്ററിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ആ ഒരു ബോക്സിൽ നിങ്ങൾ ഒപ്പിടേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇനി രണ്ടാമത്തെ പേജ്, അഡ്മിറ്റ് കാർഡിന്റെ തന്നെ രണ്ടാമത്തെ പേജിൽ നിങ്ങളുടെ ഒരു പോസ്റ്റ് കാർഡ് സൈസിലുള്ള ഫോട്ടോ ആണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പേജിൽ നിങ്ങൾ പാസ്പോർട്ട് സൈസിലുള്ള ഫോട്ടോ ആണ് ഒട്ടിച്ചിട്ടുള്ളത്. അതിനോട് അല്പം കൂടെ വലുപ്പം കൂടിയ 3x4 സൈസിലുള്ള പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയാണ് രണ്ടാമത്തെ പെർഫോമ പേജിൽ നിങ്ങൾ ഒട്ടിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് റെഡിയായി. അത് കൃത്യമായി ഒരു ഫയലിട്ട് ബാഗിൽ വെക്കാം. ഇനി നിങ്ങൾ എക്സാമിന് കൊണ്ടുപോകേണ്ട രണ്ടാമത്തെ ഡോക്യുമെന്റ് എന്താണ്? നിങ്ങളുടെ ഒരു വാലിഡ് ID കാർഡാണ്. ഏറ്റവും നല്ല നിങ്ങളുടെ ആധാർ തന്നെ എടുക്കുന്നതാണ്. ആധാർ അല്ലാത്തവർക്ക് നിങ്ങളുടെ വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, അതുപോലുള്ള ഏത് തരത്തിലുള്ള ഫോട്ടോ ഉള്ള ഒരു വാലിഡ് ID കാർഡ് എടുത്താലും മതി. കാരണം ഈ എക്സാം എഴുതാൻ വന്ന ആൾ തന്നെയാണ് അഡ്മിറ്റ് കാർഡിലുള്ള ആളെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ID കാർഡ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഈ ഒരു അഡ്മിറ്റ് കാർഡും ഈ ഒരു ID കാർഡിന് പുറമെ നിങ്ങളുടെ കയ്യിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടെ ഉണ്ടായിരിക്കണം. അതെന്തിനാണ്? എക്സാം ഹാളിലുള്ള അറ്റൻഡൻസ് ഷീറ്റിൽ ഒപ്പിടുമ്പോൾ അതിൽ നിങ്ങളുടെ ഈ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഒരു എക്സ്ട്രാ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഈ ഫോട്ടോകളെല്ലാം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളതായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എക്സാമിന് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ സെന്റർ എവിടെയാണ് എന്ന് കണ്ടുവെക്കുക എന്നുള്ളത്. അപ്പോൾ വീടിന് അടുത്തുള്ള സെന്റർ ഉള്ളവരുണ്ടാവും, ദൂരെ സെന്റർ കിട്ടിയവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ദൂരെ സെന്റർ കിട്ടിയവരൊക്കെ എവിടെയാണ് ഈ സെന്റർ ഉള്ളത്, ഈ സ്കൂൾ എവിടെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. പാരന്റ്സിനോട് അത് നേരത്തെ പോയി വിസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അറിയാവുന്നവരുടെ ചോദിച്ചാൽ ലൊക്കേഷൻ കൃത്യമായി മനസ്സിലാക്കി വെക്കാം. കാരണം നിങ്ങൾക്കറിയാം, നീറ്റ് എക്സാമിന്റെ അന്ന് എല്ലാ റൂട്ടിലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവേണ്ട സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അന്ന് രാവിലെ നമ്മൾ ഈ ബ്ലോക്കിലൊക്കെ പെട്ട് എക്സാമിന് എത്താൻ വൈകുകയോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാൽ എക്സാം ഹാളിൽ സമയത്തിന് എത്താതിരിക്കുകയോ ചെയ്താൽ നമുക്ക് ഒരു അവസരം നഷ്ടപ്പെടും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യം എക്സാമിന് മുമ്പ് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് റെഡിയാക്കി വെക്കുക. അങ്ങനെ നിങ്ങൾ എക്സാം സെന്ററിലേക്ക് എത്തും. അപ്പോൾ ഒരു എക്സാം സെന്ററിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കാൻ പാടില്ല എന്ന സംശയങ്ങൾ പല കുട്ടികൾക്കും ഉണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അതും കൂടെ ഒന്ന് റെഫർ ചെയ്യും. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് പോലെ കൃത്യമായിട്ടുള്ള ഡ്രസ് കോഡ് ധരിച്ച് നിങ്ങൾ എക്സാം ഹാളിന്റെ അകത്തേക്ക് സെക്യൂരിറ്റി ചെക്കും വെരിഫിക്കേഷനും കഴിഞ്ഞ് കയറി. അപ്പോൾ ഇനി നിങ്ങൾ എക്സാമിന്റെ ഹാളിലേക്ക് പോകാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വെക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഡോക്യുമെന്റ്സ്, നിങ്ങൾ അഡ്മിറ്റ് കാർഡ്, വാലിഡ് ID കാർഡ്, അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നീ കാര്യങ്ങളാണ് നിങ്ങൾ കൈ വെക്കാൻ പറ്റുക. അതിന് പുറമെ നിങ്ങൾ ഒരു വാട്ടർ ബോട്ടിൽ കൂടെ കൈ കരുതുക. പിന്നെ വാട്ടർ ബോട്ടിൽ എടുക്കുമ്പോൾ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അപ്പുറം കാണുന്ന രീതിയിലുള്ള വാട്ടർ ബോട്ടിൽ എന്നാണ്. ഒരു മിനറൽ വാട്ടർ ബോട്ടിൽ ആണെങ്കിലും അതിന്റെ സ്റ്റിക്കർ മാറ്റിയാൽ ട്രാൻസ്പെറന്റ് വാട്ടർ ബോട്ടിലായി. അത്തരത്തിലുള്ള വാട്ടർ ബോട്ടിൽ കയ്യിലേക്ക് കരുതുക. കാരണം നല്ല ചൂടാണ്. നമുക്കറിയാം, 3 മണിക്കൂർ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കണം. എല്ലാ കുട്ടികളും എക്സോസ്റ്റഡ് ആയി പോകും, എനർജി ഒക്കെ പോകും. അപ്പൊ ആ സമയത്ത് ഈ വാട്ടർ ബോട്ടിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ
ദാഹം അകറ്റാനും എനർജറ്റിക് ആയിട്ടിരിക്കാനും വെള്ളം കുടിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് വാട്ടർ ബോട്ടിൽ നമ്മൾ കയ്യിൽ വെക്കുന്നത്. ഇനി നിങ്ങൾ നേരെ പോകേണ്ടത് നിങ്ങൾ എക്സാം നടക്കുന്ന ക്ലാസ് റൂമിലേക്കാണ്. നിങ്ങൾ ആ ക്ലാസ് റൂമിലേക്ക് എത്തുന്നു. അവിടെ ബെഞ്ചുകളിലെല്ലാം കുട്ടികളെ റോൾ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ റോൾ നമ്പർ കൃത്യമായിട്ട് ഏത് ബെഞ്ചിലാണോ ഏത് സീറ്റിലാണോ ഉള്ളത് നോക്കിയിട്ട് അവിടെ തന്നെ പോയിരിക്കുക. റിലാക്സ് ചെയ്തിരിക്കുക. ശേഷം ഇൻവിജിലേറ്റർ വരും. പിന്നെ നിങ്ങൾ ഇൻവിജിലേറ്റർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അദ്ദേഹം ക്വസ്റ്റ്യൻ പേപ്പറും OMR അടക്കമുള്ള ഒരു ബുക്ക്ലെറ്റ് എൻവലപ്പ് നിങ്ങൾക്ക് തരും. അപ്പോൾ സാറിന്റെ നിർദ്ദേശം മാത്രം പാലിച്ചുകൊണ്ട് കൃത്യമായിട്ട് അത് ഓപ്പൺ ചെയ്യുക. പിന്നെ OMR പൂരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ പേരും റോൾ നമ്പറൊക്കെ പൂരിപ്പിക്കുന്ന സ്ഥലത്ത് പൂരിപ്പിക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള തെറ്റും വരാതെ നോക്കണം. കാരണം കൃത്യമായി നിങ്ങളുടെ റോൾ നമ്പറും ബാർകോഡൊക്കെ ഉള്ള OMR ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതിലെന്തെങ്കിലും ഒരു പിഴവ് വന്നാൽ പോലും നമുക്കത് മാറ്റി മേടിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഇല്ല. അതുകൊണ്ട് OMR ഫില്ല് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഓർത്തിരിക്കണം മറ്റൊരു കാര്യം, എക്സാമിന്റെ തലേ ദിവസമൊക്കെ നന്നായിട്ട് ഉറങ്ങാന്നുള്ളതാണ്. ചില കുട്ടികൾക്ക് ഭയങ്കര പേടിയായിരിക്കും, എങ്ങനെയാണ് ഈ എക്സാമിന് അഭിമുഖീകരിക്കേണ്ടത്, എന്തൊക്കെയാ ക്വസ്റ്റ്യൻ വരിക എന്നൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് വേവലാതിപ്പെടും. എന്നാൽ ഇത്തരത്തിൽ ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എക്സാം വളരെ സുഖമായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ ഒരു ടെൻഷനും കൂടാണ്ട് തലേ ദിവസം നന്നായിട്ട് ഉറങ്ങുക. അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ, എക്സാമിലേക്കുള്ള ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയമുണ്ടല്ലോ, ആ സമയമൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുക. കാരണം ഈ സമയത്ത് നമ്മൾ ഉറങ്ങുകയോ നമുക്ക് താല്പര്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്താൽ എക്സാമിന്റെ അന്നും നമ്മൾ അതേ റൂട്ടിൽ തന്നെ ഫോളോ ചെയ്യും. എക്സാം എഴുതുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് ഉറക്കം വരും, നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാഠഭാഗങ്ങൾ പഠിക്കാൻ വേണ്ടി ഈ സമയം ഇപ്പൊ ഉപയോഗിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സമയമായിട്ട് ഈ ഒരു സമയത്തെ മാറ്റിയാൽ എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് അതേ ആർജവത്തോടെ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ മക്കളെ, നിങ്ങളുടെ 1-2 വർഷത്തെ കഷ്ടപ്പാടിന്റെ റിസൾട്ട് കിട്ടുന്ന എക്സാം ആണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഈ എക്സാമിനെ അഭിമുഖീകരിക്കുക. ഈ എക്സാം എഴുതാൻ പോകുന്ന മുഴുവൻ വിദ്യാർത്ഥികളും നിങ്ങളുടെ ആഗ്രഹം പോലെ ഇതിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ തന്നെ MBBS അഡ്മിഷൻ കിട്ടട്ടെ. എല്ലാവരെയും നാളെ ഒരു ഡോക്ടറായി കാണാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു.